അസ്സലാമലൈക്കും ഓൾ വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നോമ്പൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നുണ്ടായെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും അങ്ങനെ തന്നെ. പിന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കല്ലുമ്മക്കായുടെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഒരു കാന്താരി കല്ലുമ്മക്കായും അതുപോലെ തന്നെ റെഡ് ചില്ലിയിൽ ചെയ്ത ഒരു കല്ലുമ്മക്കായും. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റായിട്ടുള്ള കല്ലുമ്മക്കായാണ്. അതിൻ്റെ റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം. ഞാനിവിടെ 1 കിലോക്ക് അടുത്ത് കല്ലുമ്മക്കായ ഫ്രഷ് കല്ലുമ്മക്കായ വാങ്ങിച്ചതായിരുന്നു. ഇത് നന്നായിട്ട് ഇനി കഴുകിയെടുക്കണം. ഇതിൻ്റെ പുറമൊക്കെ ഒന്ന് നന്നായി കഴുകിയെടുത്ത് അതുപോലെ ഇത് ഒന്ന് പിന്നെ കത്തി വെച്ച് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ ഉൾവശമൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും പിന്നെ കച്ചറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നല്ല വൃത്തിയാക്കി എടുക്കണം. ഇനി അതിലേക്ക് അരി നിറക്കാൻ വേണ്ടി അതിന് അരപ്പിന് വേണ്ട സാധനങ്ങളാണ്. ഞാൻ കുറച്ച് തേങ്ങ, ഒരു ഹാഫ് ഉള്ളി എടുത്തിട്ടുണ്ട്, കഷ്ണം ഇഞ്ചി, അതുപോലെ പച്ചമുളകും പിന്നെ റെഡ് ചില്ലിയല്ലേ പിന്നെ പിരിയൻ മുളക് അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കൂട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം, പെരുംജീരകവും ചെറിയ ജീരകവും 1 ടീസ്പൂൺ എടുക്കുക. പിന്നെ അതുപോലെ നല്ല ഫ്രഷ് കറിവേപ്പിലയും ഇതൊക്കെ ഇട്ടിട്ടാണ് അരയ്ക്കുന്നത്. അപ്പോൾ ഈ അരപ്പിന് തന്നെ ഒരുപാട് മസാലയായി. അപ്പോൾ ഇത് നല്ലൊരു ഫ്ലേവറാണ് ഇതിൻ്റെ അരിക്ക് തന്നെ. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഞാനൊരു 5 കല്ലുമ്മക്കായ എടുത്തിട്ട് ഇതിൻ്റെ ഇറച്ചി മാത്രം എടുത്തിട്ട് ഈ അരക്കുന്ന മിക്സിയിലേക്ക് നമ്മൾ തേങ്ങയൊക്കെ അരക്കില്ല അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഒരു 5 മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഇറച്ചിയും കൂടെ ഇതും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് മിക്സിയിലിട്ടിട്ട് അരക്കുന്നത്. അരക്കുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. സാധാരണ നമ്മൾ പച്ചരി ആദ്യം തലേന്ന് കുതിർത്ത് വെച്ചിട്ട് അതും കൂടെയാണ് മൊത്തത്തിൽ ഒന്ന് അരച്ചെടുക്കുക. പക്ഷേ എൻ്റെ അടുത്ത് ഞാൻ മില്ലിൽ നിന്ന് പൊടിച്ച പത്തിരിപ്പൊടിയിൽ പച്ചരിയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഞാനിത് പൊടി മാത്രം ഇട്ടിട്ട് പത്തിരിപ്പൊടി മാത്രം ഇതിലേക്ക് ചേർത്തിട്ട് കുഴക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇനിയും ഞാൻ പച്ചരി കുതിർത്തിയിട്ട് ഇത് അരച്ചിട്ട് ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ കല്ലുമ്മക്കായ്ക്ക് നല്ലൊരു ഉറപ്പായിരിക്കും. പച്ചരി കൂടിപ്പോകുമല്ലോ, അപ്പോൾ നല്ലൊരു ഉറപ്പ് പോലെ തോന്നിക്കും. അതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു കല്ലുമ്മക്കായനെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ മസാല മാത്രമാണ് വെള്ളം ചേർത്ത് അരച്ചിട്ട് അതിലേക്ക് നമ്മുടെ പത്തിരിപ്പൊടിയും ചേർത്ത് പിന്നെ കുഴക്കുന്നത്. ഇങ്ങനെ അരച്ച് മാവ് ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ പൊടിയായ അരിനെ മല്ലിയിലയും കൂടെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമ്മൾ വൃത്തിയാക്കി വെച്ച ഓരോ കല്ലുമ്മക്കായിലേക്കും ഈ അരി എന്തായാലും നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഇതുപോലെ ഒന്ന് അരി നിറച്ചെടുക്കണം. ഈ സമയത്ത് നമുക്കവിടെ സ്റ്റീമറിൽ വെള്ളം ഒന്ന് തിളക്കാൻ വെച്ചാൽ മതി. കല്ലുമ്മക്കായ ആവിയിലാണല്ലോ വേവിച്ചെടുക്കുന്നത്. പിന്നെ ഇത് നല്ല കട്ടിയിൽ നിറച്ച് അരി നിറച്ച് ആയതുകൊണ്ട് തന്നെ ഒരു എന്തായാലും 20 മിനിറ്റ് 20-25 മിനിറ്റൊക്കെ വെക്കണം. എന്തായാലും ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരണമല്ലോ. ഞാനിപ്പോൾ ഒരു ട്രിപ്പ് എല്ലാം നിറച്ച് വെച്ചുകൊണ്ട് ഒരു ട്രിപ്പ് ഇത് ആദ്യം സ്റ്റീമറിൽ വെച്ചിട്ടുണ്ട്. ഇതാ കുറച്ച് കഴിഞ്ഞ് 20-25 മിനിറ്റൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും പിന്നെ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ ഷെല്ലൊക്കെ കളറും ചേഞ്ച് ആയിട്ട് കാണുന്നില്ലേ, അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. അങ്ങനെ അടുത്തതും കൂടെ അതിൽ വെച്ചു. ഇനി ഇത് ഒന്ന് ആറണം, ചൂടാറായിട്ട് നമുക്കിതിൻ്റെ ഷെല്ലൊക്കെ ഒന്ന് അടർത്തിയെടുക്കണം. ചൂടോടുകൂടി നമ്മൾ ഈ ഷെല്ല് പിന്നെ അടർത്തി മാറ്റുമ്പോൾ അതിൻ്റെ ഇറച്ചി ഉണ്ടല്ലോ അത് പിന്നെ ഇളകിപ്പോകും. അതുകൊണ്ട് തന്നെ അത് ചൂടാറിയതിന് ശേഷം മാത്രം മെല്ലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് മുക്കിയിട്ട് പൊരിക്കാനുള്ള ആ മുളകിൻ്റെ പിന്നെ മസാല ഒന്ന് തയ്യാറാക്കാം. അതിനായിട്ട് റെഡ് ചില്ലി പൗഡർ, നല്ല കളറുള്ള ചില്ലി പൗഡർ ഉണ്ടല്ലോ, അതും ഉപ്പും കറിവേപ്പിലയും വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ചെറുനാരങ്ങ നീരും പിഴിഞ്ഞെടുക്കാം. വേറെ കൂടുതലായിട്ടുള്ള മസാലയൊന്നും ഇതിൽ ചേർക്കുന്നില്ല. നല്ല കളറുള്ള മുളകായിരിക്കണം, എന്നാലേ നമുക്ക് നല്ല റെഡ് കളറായിട്ട് കിട്ടുകയുള്ളൂ. ഇനി ഈ അടർത്തിയെടുത്ത കല്ലുമ്മക്കായ മൊത്തത്തിൽ എന്ത് ചെയ്യാം, ആ മസാലയിൽ മുക്കിയിട്ട് ഫ്രൈ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഇനി ഓരോന്നായിട്ട് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ മസാലയിൽ മുക്കിയിട്ട് എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. കൂടുതൽ ഫ്ലെയിം ആകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മുളക് കരിഞ്ഞു പോകും. പിന്നെ അതുപോലെ തന്നെ മുമ്പേ അധികം കല്ലുമ്മക്കായ നന്നായിട്ട് ഇങ്ങനെ പുറം ഫ്രൈ ചെയ്ത് മുളകൊക്കെ കരിഞ്ഞ് പിടിച്ച് അങ്ങനത്തെ ഒരു കളറിൽ കാണാറുണ്ട്. എനിക്കങ്ങനെ പിന്നെ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ കറി പരങ്ങിയതുപോലെ പുറത്ത് ഇങ്ങനെ മസാല ഒരു പിടിച്ചിരിക്കുന്ന പോലെ അങ്ങനെയാണ് ഇഷ്ടം. നന്ന പൊരിഞ്ഞ് അതിൻ്റെ ആ അരിയൊക്കെ ഒരു മൊരിഞ്ഞ് പോയി അങ്ങനെയുള്ളത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ആ വെളിച്ചെണ്ണയിൽ ഒന്നിങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഇങ്ങനെയാണ് എടുക്കുന്നത്. ഈ പാകത്തിലാണ് ഞങ്ങൾക്ക് ഇഷ്ടം കഴിക്കാൻ, അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. പിന്നെ ഇനിയുള്ളത് നമുക്ക് ആ കാന്താരിയുടെ മസാല ഉണ്ടല്ലോ അത് തയ്യാറാക്കാനായിട്ട് കുറച്ച് മല്ലിയില, അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ചെറുനാരങ്ങ ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് കുറച്ച് കാന്താരി മുളകാണ്. അത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇത് ആദ്യം ഇതൊക്കെ മിക്സിയിലിട്ടിട്ട് ഒന്ന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞാൽ മതി. അരച്ച് കഴിഞ്ഞാൽ പിന്നെ നോക്കിയിട്ട് ഉപ്പും പുളിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ലെമണും പിഴിഞ്ഞ് ഉപ്പൊക്കെ ഇടുമ്പോൾ തന്നെ ആ കാന്താരിയുടെ സ്മെല്ലൊക്കെ ആകുമ്പോൾ ഇതിന് നല്ലൊരു ഫ്ലേവറാണ്.
ഭയങ്കര നല്ലൊരു മണവും പിന്നെ നമുക്കത് വായിൽ വെച്ചപ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇതിലേക്ക് ഇനി കല്ലുമ്മക്കായ ഓരോന്നായിട്ട് മുക്കിയിട്ട് ആദ്യം നമ്മൾ കല്ലുമ്മക്കായ ഫ്രൈ ചെയ്തില്ലേ അതേപോലെ തന്നെ കുറച്ച് എണ്ണയിൽ ഇതിങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതും പറഞ്ഞതുപോലെ തന്നെ ഒന്ന് തിരിച്ചും മറിച്ചിട്ട് ഇങ്ങനെ വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് ഇങ്ങനെ മൊരിയുന്നത് വരെ കാത്തിക്കൊന്നും വേണ്ട. പിന്നെ ഇതിന് കൂടുതൽ ഗ്രീൻ കളർ വേണം എന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ഉണ്ടല്ലോ, ഗ്രീൻ കളർ ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. നമ്മൾക്ക് വീട്ടിൽ കഴിക്കാനാണല്ലോ, അപ്പോൾ ഇങ്ങനെ മതിയെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് പച്ച കളർ കുറച്ച് കുറഞ്ഞതുപോലെ. നമ്മൾ ഫ്രൈ ആകുന്ന സമയത്ത് അത് കുറച്ചുകൂടെ കളർ മങ്ങുമല്ലോ. ഞാനിപ്പോൾ റെഡ് കളർ ചില്ലിയിൽ ചെയ്തതും അതുപോലെ തന്നെ കാന്താരിയിൽ ചെയ്തത് ഇത് രണ്ടും നല്ല ടേസ്റ്റാണ്. പിന്നെ കാന്താരിയിൽ ചെയ്തത് കുറച്ചുകൂടെ എരിവും പിന്നെ വേറെ തന്നെ ഒരു ടേസ്റ്റ്. ഈ പച്ച കളർ കാന്താരിയുടെ മസാല വേണമെങ്കിൽ നമുക്കത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ബാക്കി വരുന്ന മസാല അതിലേക്ക് തന്നെ ചേർത്ത് ഫ്രൈ പാനൊക്കെ ചേർത്തൊന്ന് ഇളക്കി എടുത്താലും മതി. ഇങ്ങനെ ഒരു കറി പോലെ അതിൻ്റെ പുറം നന്നായിട്ട് മൊരിയണമെന്നില്ല. അങ്ങനെ ഇപ്പോൾ രണ്ടും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നേക്കരുത്. പുതിയ നല്ല റെസിപ്പി വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.